10-ാം തീയതി. നീ പാപം ചെയ്യുമ്പോൾ തന്നെയും അങ്ങൊന്ന് നിന്നെ കൈവിടുകയില്ല. പുറപ്പാട് 23:21. ധ്യാനം. മനുഷ്യന് അവനെ ഒരിക്കലും കൈവിടുകയില്ലെന്ന് ഉറപ്പ് തോന്നിക്കുന്ന യാതൊരു വസ്തുവാകട്ടെ, യാതൊരു ആളാകട്ടെ ഉണ്ടോ? ദേഹസൗഖ്യം കുറെ കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്നു. സമ്പത്ത് ഓരോ വിധത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. സംബന്ധക്കാർ, സ്നേഹിതർ മുതലായവർ മരിച്ചു പോകുന്നു. സ്തുതി ബഹുമാനങ്ങൾ പുക പോലെ മാഞ്ഞു പോകുന്നു. മനുഷ്യന്റെ ആയുസ് ക്ഷണത്തിൽ അവസാനിച്ചു പോകുന്നു എന്ന് മാത്രമല്ല, അനുഗ്രഹങ്ങളുടെ പിതാവും ആശ്വാസങ്ങളുടെ ദാതാവുമായ ദൈവം തന്നെയും ചാവുദോഷത്തിൽ ഒരു മനുഷ്യൻ വീണു കഴിഞ്ഞാൽ ഉടൻ അവൻ തൻ്റെ ശത്രുവായി തീരുന്നതുകൊണ്ട് അവനിൽ നിന്ന് തൽക്ഷണം മാറിപ്പോകുന്നു. എന്നാൽ കാവൽ മാലാഖ അവനെ ഒരു നാളും കൈവിടുകയില്ല. അവൻ പാപത്തിൽ മുഴുകിയിരിക്കുന്നതായി കണ്ടാലും അവൻ അന്ത്യശ്വാസം വിടുന്നതുവരെ അവൻ്റെ കൂടെ മാറാതെ നിൽക്കും. അവൻ അശേഷം നന്ദിയില്ലാത്തവനായിരുന്നാൽ തന്നെയും അവൻ്റെ കാര്യം മാലാഖ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തൻ്റെ നല്ല തോന്നിപ്പുകളും ഉപദേശങ്ങളും കൊണ്ട് അവനൊരു പ്രയോജനവും സിദ്ധിക്കുന്നില്ലെന്ന് മാലാഖ അനുഭവസിദ്ധിയാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും തൻ്റെ ആശ്രിതനെ ഒരിക്കലും കൈവിടില്ല. സൽബുദ്ധിയുടെ കടിഞ്ഞാണെല്ലാം അഴിച്ചിട്ടുകൊണ്ട് ഏറ്റവും ലജ്ജാവഹമായ ദുർമോഹങ്ങൾ അവനെ വലിക്കുന്നിടത്തേക്ക് അവൻ ഓടിപ്പോകുന്നതായി കണ്ടാലും മാലാഖ അവനെ ഉപേക്ഷിക്കുകയില്ല. അവനെ സൽപ്രവൃത്തിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് തനിക്ക് സാധിച്ചില്ലെങ്കിലും വല്ല തിന്മയിൽ നിന്നും അവനെ അകറ്റുന്നതിന് മാലാഖ ശ്രമിച്ചു കൊണ്ടിരിക്കും. അവിടുത്തെ എത്രയോ നല്ല വേർപിരിയാത്ത കൂട്ടുകാരനും വിശ്വസ്തനും സ്നേഹിതനുമാകുന്നു ഈ മാലാഖ. ക്രിസ്ത്യാനിയെ, നിന്റെ ഉള്ളിലെ അവസ്ഥയെപ്പറ്റി നീ തന്നെ ചിന്തിച്ചു കൊള്ളുക. ആ തന്നെ തഴക്കങ്ങളിൽ നീ വീണ് അതിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആ പാപഹേതുക്കളെ വിട്ടൊഴിയുന്നതിന് നിനക്ക് കഴിയാത്ത വണ്ണം ആയിത്തീർന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി? ഇതൊക്കെ നിനക്ക് നല്ലതുപോലെ ബോധ്യവുമാണ്. എങ്കിലും നിന്റെ പരിശുദ്ധ കാവൽ മാലാഖ നിന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞിട്ടില്ല. ചിലപ്പോൾ തൻ്റെ മുൻപിൽ വെച്ചുകൂടെയും തീരെ അയോഗ്യമായ പ്രവൃത്തികളെ നീ ചെയ്തിരുന്ന സമയം നിന്നിൽ നിന്ന് സ്വല്പം അകന്നു നിന്നു എന്നേയുള്ളൂ എന്ന് നീ ഗ്രഹിച്ചുകൊള്ളുക. ആ സമയത്ത് നിന്റെ നീചകൃത്യത്തെ കാണാതിരിക്കുന്നതിലേക്ക് തൻ്റെ മുഖത്തെ ചിറകുകൾ കൊണ്ട് എങ്ങനെ താൻ മറച്ചിരുന്നുവെന്ന് ചിന്തിക്കുക. നിർഭാഗ്യവാനെ, നരകത്തിൻ്റെ വാതിൽക്കൽ ഏറ്റവും ചെറുതായ ഒരു നൂൽ കൊണ്ട് നിന്നെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നതായി നീ കാണുന്നതില്ലയോ? ഈ നൂൽ ഇതേവരെയും പൊട്ടാതിരുന്നത് നിന്റെ വിശുദ്ധ മാലാഖ ഇടയ്ക്ക് മധ്യസ്ഥനായി നിന്ന് നിന്റെ ആയുസ്സിനെ നീളിപ്പിച്ച് നിനക്ക് മനസ്താപത്തിന് ഇടതരുന്നതിന് നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ടല്ലയോ? എന്നാൽ നീ ഇനിയെങ്കിലും പാപച്ചെളിയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാവശ്യമായ ദൈവാനുഗ്രഹം അപേക്ഷിച്ച് ലഭിക്കുന്നതിന് താല്പര്യപ്പെട്ടുകൊള്ളുക. ദൈവകൃപയിന്മേൽ ഉറച്ചുകൊണ്ട് ധൈര്യപ്പെട്ട് എഴുന്നേൽക്കുക. ദൈവത്തിൻ്റെ മാലാഖ ഇതാ നിനക്ക് കൈ തന്നെഴുന്നേൽപ്പിക്കുന്നതിനും നിന്റെ ധന്യജീവിതവും നടപടിയും മാറ്റുന്നതിനും വേണ്ട സഹായങ്ങളൊക്കെയും ചെയ്യുന്നതിനും ഒരുങ്ങി നിൽക്കുന്നു. അതിന് നീ മനസ്സാകുന്നില്ലയോ? എന്നാൽ ദൈവനീതി പെട്ടെന്ന് നിന്റെ മേൽ ഏതെങ്കിലും ഭയങ്കരമായ ശിക്ഷയെ അയക്കുമെങ്കിൽ നിത്യകാലത്തേക്ക് നീ നിർഭാഗ്യവാനായിരിക്കും എന്ന് ഓർത്തുകൊള്ളുക. ദൃഷ്ടാന്തം. ഏറ്റവും മോശമായ ജീവിതം കഴിച്ചിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു. അവൻ മനസാക്ഷിക്കടി കൊണ്ട് മേലിൽ പാപം ചെയ്യുകയില്ലെന്നുള്ള പ്രതിജ്ഞയോടുകൂടി കുമ്പസാരം കഴിക്കുന്നതിനായി പോയി. പാപസങ്കീർത്തനം കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വന്ന ശേഷം പരീക്ഷയുണ്ടായതിനാൽ വീണ്ടും ഛർദ്ദിച്ചതിനെ ഭക്ഷിപ്പാൻ തുടങ്ങി. വീണ്ടും പശ്ചാത്താപപ്പെട്ട് കുമ്പസാരം കഴിച്ചു. ഏറെ താമസിയാതെ തഴക്കദോഷത്തിലേക്ക് തന്നെ വീണ്ടും പിന്തിരിഞ്ഞു. ഇങ്ങനെ പല പ്രാവശ്യം വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു. ഒടുവിൽ ആശാപാശവും മനസാക്ഷിയും തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടായി. ഇതിൽ ആശാപാശം അവനെ ഇന്ദ്രിയ സന്തോഷത്തിലേക്ക് ആകർഷിക്കുകയും മനസാക്ഷി ശിക്ഷയുടെ കാഠിന്യത്തെ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എങ്കിലും ഒടുവിൽ ആ നിർഭാഗ്യവാൻ പരീക്ഷയ്ക്ക് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു പിശാച് എത്രയും ഭയങ്കരമായ ഭാഷയിൽ അവിടെ കാണപ്പെട്ടു. അവൻ ഭയപ്പെട്ട് ഓടിപ്പോകുവാൻ ഭാവിക്കുകയിൽ പിശാച് അവനെ പിടിച്ചു. കഴുത്തിലൊരു ചരടിട്ട് ആ മുറിയുടെ ശീലാന്തിന്മേൽ കെട്ടിത്തൂക്കി നിർത്തുകയും ഉടനെ തന്നെ അവൻ ചാകുകയും ചെയ്തു. ഈ സംഗതി ഒരു പിശാചു വഴിയായി പ്രസിദ്ധമാക്കുന്നതിന് ദൈവം ചിത്തമായി. ആയത് എങ്ങനെയെന്നാൽ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് വളരെ അകലെയുള്ള ഒരു പട്ടണത്തിൽ ഒരാളെ പിശാച് ബാധിക്കുകയുണ്ടായി. ആ പിശാച്
തൻ്റെ കൂട്ടുകാരനായ വേറൊരു പിശാച് ഇന്ന പട്ടണത്തിൽ ഇന്ന വീട്ടിലെ ഒരു ബാലന് ഭയങ്കരമായൊരു ശിക്ഷ കൊടുത്തുവെന്നും മറ്റുമുള്ള സകല വിവരങ്ങളും പറഞ്ഞറിയിച്ചതുമല്ലാതെ ആ ചെറുപ്പക്കാരൻ ആ തഴക്കദോഷം മാറ്റാതെ അതിൽ തന്നെ ഇത്ര കൂടെ കൂടെ വീണിരുന്നതിനാൽ എത്രയോ മാലാഖ കോപിച്ച് അവനെ തൂക്കിക്കൊല്ലുന്നതിന് പിശാചിന് അനുവാദം കൊടുത്തു എന്നുകൂടി പ്രസിദ്ധമായി പ്രഖ്യാപിച്ചു. ഈ വൃത്താന്തം കേട്ടുനിന്ന ആളുകൾ ഇതിൻ്റെ സത്യം അറിയുന്നതിന് ആഗ്രഹിച്ച് ഉടനെ ആ പട്ടണത്തിലേക്ക് എഴുതി ചോദിച്ചു. എന്നാൽ മേൽപ്പറഞ്ഞ ചുറ്റുപാടുകളെല്ലാം സൂക്ഷ്മമായി ഒത്തിരിക്കുന്നതായും ആ ദുഷ്ടബാലൻ ഒരു മുറിയിൽ കെട്ടിഞ്ഞാണ് കിടക്കുന്നതായും അറിയപ്പെട്ടു. ജപം. വിശുദ്ധ മാലാഖയെ, അങ്ങേ പക്കൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഉപകാരം ഏറ്റവും വലുതാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ പാപം ചെയ്യുമ്പോൾ പരിപൂർണമായ സ്നേഹബന്ധത്താൽ നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു. ആ ദൈവത്തോട് ഞാൻ ശത്രുവായിരിക്കുന്നു എന്നത് നീ കണ്ടാലും എനിക്ക് നിന്റെ സഹായവും ശുശ്രൂഷയും നിർത്താതെ ചെയ്തു വരുന്നല്ലോ. എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ചെയ്യുവാൻ പാടുള്ളതിൽ ഏറ്റവും അധികമായ സ്നേഹവും താല്പര്യവും അങ്ങ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ നാശത്തിലേക്ക് ഓടിപ്പോകയിൽ അങ്ങ് എന്നെ എത്രയും ശീഘ്രത്തിൽ പിടിച്ചു നിർത്തുന്നതായി ശ്രമിക്കുന്നു എന്നുള്ളതും ഞാൻ അറിയുന്നു. ഇതുവരെയും ഞാൻ ചെയ്തു പോയ തിന്മ ഇപ്പോൾ ഞാൻ ഗ്രഹിക്കുന്നു. ഇതാ ഇപ്പോൾ നേരമായ മനസ്താപത്താൽ കണ്ണുനീർ ചിന്തിക്കൊണ്ട് അതിനെ പരിഹാരം ചെയ്യുവാനായി അങ്ങേ പക്കൽ ഞാൻ ഓടിവരുന്നു. ഞാൻ നഷ്ടമാക്കിയ വരപ്രസാദം വീണ്ടും പ്രാപിപ്പാൻ അങ്ങ് എന്നെ സഹായിക്കുകയും മേലിൽ അതിനെ നഷ്ടമാക്കാതിരിപ്പാൻ തക്കവണ്ണം അങ്ങേ വല്ലഭമുള്ള സഹായം എനിക്ക് നൽകുകയും ചെയ്തരണമേ. ആമീൻ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. എൻ്റെ വിശുദ്ധ മാലാഖയെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും ശുദ്ധമാക്കണമേ. എൻ്റെ വിശുദ്ധ മാലാഖയെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും ശുദ്ധമാക്കണമേ. എൻ്റെ വിശുദ്ധ മാലാഖയെ എൻ്റെ ഹൃദയത്തെ ഏറ്റവും ശുദ്ധമാക്കണമേ. സൽക്രിയ തൂങ്ങപ്പെട്ട രൂപത്തിന് മുൻപാകെ മുട്ടുകുത്തി നിന്റെ കഴിഞ്ഞ പാപങ്ങളെക്കുറിച്ച് പ്രലപിക്കുകയും ഇപ്പോൾ ചാവുദോഷം നിന്നിലുള്ളതായി തോന്നുന്നുവെങ്കിൽ ഉടനെ കുമ്പസാരിക്കുകയും ചെയ്യുക. ആമേൻ.